ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കുക്കിങ്ങും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രിയായി കേട്ടോ, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കേശപ്പനും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് രാത്രിയിൽ എന്ത് കഴിക്കാൻ, നല്ല മഴയൊക്കെയാണ്, അപ്പോൾ ചൂടോടെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കേട്ടോ. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പം കറി എന്ത് വെക്കും എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളിക്കറി, മുട്ടക്കറി ഇതൊക്കെയാണ് മിക്കവാറും വെക്കാറുള്ളത്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറികൾ എങ്ങനെ വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാല ദോശയുടെ കറി വെക്കാറുണ്ട്, ദോശയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, ചപ്പാത്തിക്ക് വെക്കാറുണ്ട്. പിന്നെ അതിനെ തേങ്ങാപ്പാൽ ഒഴിച്ചോ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചുമന്ന രീതിയിൽ മുളക് പൊടി മസാലയൊക്കെ ചേർത്ത് വെക്കുമല്ലോ, ആ രീതിയിലും എങ്ങനെ വെച്ചാലും ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടമാണ്. അപ്പോൾ വിചാരിച്ച് പുട്ടും ഉരുളക്കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങിനെ നമുക്ക് തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു രീതിയിൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. കേശപ്പനാണെങ്കിൽ വന്നപാടെ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞും കൊടുക്കുന്നു. ഡ്രസ് ഇട്ടിട്ട് ടീഷർട്ട് ഇടാൻ വീഡിയോ കണ്ടാലേ വീഡിയോ ഒരു അപ്പോൾ മലയാള അക്ഷരങ്ങളൊക്കെ വള്ളിയും പുള്ളിയൊക്കെ ഇട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ തന്നെ പറഞ്ഞിട്ട് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അല്ല ടീഷർട്ടൊന്നും ഇട്ടിട്ടില്ല എന്നും പറഞ്ഞ് ആൾ തന്നെ പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ടൊക്കെ കൊടുത്ത്, പിന്നെ എന്തൊക്കെയോ ക്യാമറ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കി എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ആ സൈഡിൽ കൂടെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തേങ്ങയും തിരുമ്മി പുട്ടിന് തേങ്ങ തിരുമ്മി വെച്ച് കേട്ടോ. ഇനി പുട്ടും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഇഡലിക്കുട്ടകത്തിനകത്തോട്ട് ആണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്, എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഗ്ലാസ് പുട്ട്. അപ്പം അതാണിപ്പോൾ. അല്ലാണ്ട് പുട്ടുണ്ടാക്കാറേ ഇല്ല. ഇതിലാകുമ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലോ. അതേ എന്തൊക്കെയോ കാണിക്കുന്ന അമ്മയും മോനും കൂടി വട്ടളയെന്നാ തോന്നുന്നത്. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നതാണ്ടോ. ഇനിയും പുട്ടിൻ്റെ മാവ് ആദ്യമേ ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ പരുവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചെറിയ കപ്പാണ്, ഇതാണ് ഗ്ലാസ് പുട്ട് എൻ്റെ കേട്ടോ. അങ്ങനെ പുട്ടിൻ്റെ മാവെല്ലാം ആക്കിയിട്ട് ഞാൻ പാത്രങ്ങളും ഒക്കെ അപ്പം തന്നെ കഴുകിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പെയ്യുന്ന മഴ നല്ല തണുപ്പായി മൊത്തത്തിൽ. നമ്മുടെ പ്രകൃതിയൊക്കെ നല്ല മണ്ണൊക്കെ തണുത്ത്, അതുകൊണ്ട് നമുക്ക് വെള്ളവും അല്ലെങ്കിൽ തറയിലും കിടക്കുമ്പോഴൊക്കെ ഇപ്പം നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പെയ്ത മഴയിൽ വലിയ തണുപ്പൊന്നും ഇവിടെ ഇല്ലായിരുന്നു. മഴ പെയ്ത് തോർന്നു കഴിയുമ്പോൾ ചൂട് വരുമായിരുന്നു. പക്ഷേ ഈ മഴയ്ക്ക് അങ്ങനെയല്ല കേട്ടോ, നല്ല തണുപ്പൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കറി വെക്കുന്ന എളുപ്പത്തിലാണ്, പെട്ടെന്ന് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ്, സവാളയും പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ഇതൊരു 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ പച്ചമുളക് ഇട്ടോണം കേട്ടോ. അപ്പം ഒന്ന് ഉപ്പും ഇട്ട് വഴറ്റിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ചീനച്ചട്ടി ഉണ്ടോ, 10 വർഷമായ ചീനച്ചട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു കാതില്ല, അത് പോയിട്ടുണ്ട്. 10 വർഷത്തെ പഴക്കമുള്ള ചീനച്ചട്ടി കേട്ടോ. കളയാൻ മനസ്സില്ല, ഇതൊന്നും അകത്തൊന്നും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് സമയം വെന്തതിന് ശേഷം, വെന്തെന്ന് പറഞ്ഞാൽ പകുതി ഒരു വഴണ്ട് വരുമല്ലോ, ആ ഒരു സമയത്തേക്ക് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അടച്ച് വീണ്ടും ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് ബാക്കിയുള്ള മസാലയൊക്കെ ചേർക്കുന്നത്. ഇങ്ങനെ നമ്മൾ കറി വെക്കുന്നത് നമുക്ക് ഈ അപ്പത്തിനോ ചപ്പാത്തിക്കോ പുട്ടിന് ഇത് കറിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മസാല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി വേണ്ട. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറാൻ നമ്മൾ ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു ആവി കയറുമ്പോൾ തന്നെ കറി ഒന്ന് റെഡിയാകും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തിയല്ല, നമ്മൾ ഈ ഫുൽക്ക ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ, ആ ചപ്പാത്തിയുടെ കൂടെ ഈ ഒരു പരുവാകും കറി കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ നല്ല ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കും. ഈ ഒരു മസാലയിട്ട് എടുത്താൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തൈരൊക്കെ കൂട്ടി കഴിക്കുമല്ലോ, അപ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് പുട്ടിൻ്റെ കൂട്ടത്തിലുള്ള കറിയായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറിയ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, സാധാ പച്ചവെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തുകൊണ്ട് തവി വെച്ച് ഇളക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് അതെല്ലാം കുഴയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഞാൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വന്ന് നേരെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണം, എളുപ്പത്തിൽ വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ചെല്ലാവരും 2 മീൻ വറക്കാനിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെയും കൂടി അങ്ങ് വറുത്ത് വെച്ച് കേട്ടോ. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൂടെ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ 2 മീനൂടെ അങ്ങ് കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ മീനൊക്കെ വറക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഓർത്തോണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.